നമസ്കാരം. KPCC അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ അശ്ലീല പദം ഉപയോഗിച്ച് നീരസം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കോൺഗ്രസിനെ പരിഹസിച്ച് LDF കൺവീനർ EP ജയരാജൻ. കോൺഗ്രസിൽ ഇപ്പോൾ തെറിയേ വന്നിട്ടുള്ളൂ എന്നും അടുത്തത് അടിയാണെന്നും EP ജയരാജൻ പറഞ്ഞു. മുസ്ലിം ലീഗിന് 62-ൽ 2 സീറ്റുണ്ടായിരുന്നു. ഇപ്പോഴും അതുതന്നെ അവസ്ഥ. ഇങ്ങനെ ആട്ടും തുപ്പുമേറ്റ് പരിഹാസ്യരായി UDFൽ തുടരണോ എന്ന കാര്യം ലീഗ് തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്നും ജയരാജൻ അഭിപ്രായപ്പെട്ടു. ആട്ടും തുപ്പുമേറ്റ് പരിഹാസ്യരായി കഴിഞ്ഞുകൂടണമോ എന്ന് മുസ്ലിം ലീഗ് ആലോചിക്കട്ടെ. അത് അവരുടെ കാര്യമാണ്, അത് ഞങ്ങളുടെ കാര്യമല്ല. തീർച്ചയായും ലീഗ് ഇക്കാര്യം ചിന്തിക്കുമെന്നും EP ജയരാജൻ പറഞ്ഞു. പാർട്ടിയുടെ അണികൾ വല്ലാതെ ക്ഷുഭിതരാണ്. കോൺഗ്രസ് കാണിക്കുന്ന നെറുകേടിനെതിരായി മുസ്ലിം ലീഗ് അണികൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് നേതാക്കളിൽ കാണുന്നത്. മുസ്ലിം ലീഗിന് 62-ൽ 2 സീറ്റുണ്ട്. ഇത് 2024 ഇത്രയും കാലം ഈ 2 സീറ്റിൽ കഴിഞ്ഞുകൂടുന്നവർക്ക് സ്വാഭാവികമായും കൂടുതൽ സീറ്റിന് യോഗ്യതയുണ്ടോ അതോ ഇല്ലേ, അവർ പരിഗണിക്കപ്പെടേണ്ടവരാണോ എന്നത് ആ മുന്നണിയുടെയും ലീഗിൻ്റെയും പ്രശ്നമാണ്. ഞങ്ങൾക്ക് തോന്നുന്നത് ലീഗിനെ പരിഗണിക്കേണ്ടത് തന്നെയാണ് എന്നാണ്. കാരണം 10-60 വർഷമായി ഈ 2 സീറ്റുമായി നടക്കുന്നു. ആ പരിഹാസ്യത അവർ ചുമന്നു നടക്കണോ അവർ തന്നെ ആലോചിക്കട്ടെ എന്നും EP ജയരാജൻ പറഞ്ഞു. LDFൻ്റെ വാതിലുകൾ ഒരു പാർട്ടിക്കായും അങ്ങനെ തുറന്നു വയ്ക്കാറില്ല. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആ വാതിലുകൾ തുറന്നു വച്ചിട്ടുണ്ട്. ജനങ്ങൾ അതിലൂടെ ഒഴുകി വരുന്നുണ്ട്. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അതിലൂടെ വരാമെന്നും EP പറഞ്ഞു. കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ലീഗിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്. അത് RSS അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ട് ലീഗ് ചിന്തിച്ചാൽ അവർക്ക് നല്ലത്. എന്തായാലും ഈ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ മുന്നണി സുശക്തമാണ്. ഞങ്ങൾ ഒരു ടീമായി മുന്നോട്ട് കുതിക്കുകയാണ്. നിങ്ങളെല്ലാം കരുതുന്നതിനും അപ്പുറം വലിയ വിജയം ഞങ്ങൾ നേടുമെന്ന പ്രതീക്ഷയും EP പ്രകടിപ്പിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപായി കോൺഗ്രസിൻ്റെ ജാഥ നടക്കുന്നില്ലേ, അത് ഒരു പാർട്ടിയായി നടത്തേണ്ട ജാഥയാണോ? അവിടേക്ക് ലീഗിനെ അടുപ്പിച്ചോ? അത് അവരുടെ സമീപനമാണ്. ആ സമീപനവുമായി ആലപ്പുഴയിൽ എത്തിയപ്പോൾ എന്തായി? നേതാക്കന്മാർ തമ്മിൽ ഇനി അടി നടക്കും. ഇപ്പോൾ തെറിയേ വന്നിട്ടുള്ളൂ, ഇനി അതിനപ്പുറവും നടക്കുമെന്നും EP ജയരാജൻ കുറ്റപ്പെടുത്തി. അതാണ് കോൺഗ്രസ്, അതാണ് UDF. അത് മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ രക്ഷപ്പെടാം എന്നും ജയരാജൻ മുന്നറിയിപ്പ് നൽകി. KPCC അധ്യക്ഷൻ കെ സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംയുക്തമായി നയിക്കുന്ന സമരാഗ്നി എന്ന പേരിലുള്ള സംസ്ഥാനതല ജാഥയ്ക്കിടെ കെ സുധാകരന് പകരം കെ സുരേന്ദ്രന് സ്വാഗതമരളി മുതിർന്ന കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണി MP. സമരാഗ്നി ജാഥയ്ക്ക് പത്തനംതിട്ടയിൽ നൽകിയ സ്വീകരണ യോഗത്തിനിടെയാണ് പത്തനംതിട്ട MP കൂടിയായ ആന്റോ ആന്റണിക്ക് പേര് മാറിപ്പോയത്. KPCC പ്രസിഡന്റ് എന്ന് കൃത്യമായി പറഞ്ഞെങ്കിലും പേര് പറഞ്ഞപ്പോൾ കെ സുധാകരന് പകരം കെ സുരേന്ദ്രൻ എന്നായി പോവുകയായിരുന്നു. അമളി മനസ്സിലാക്കിയ ആന്റോ ആന്റണി ഉടൻ തന്നെ അത് തിരുത്തുകയും ചെയ്തു.